എല്ലാ സി കേരളം പ്രേക്ഷകർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു കേരള പിറവി ദിനം ആശംസിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മൈജി മൈ ജനറേഷൻ ഡീറ്റെയിൽ ഹബ് co-powered by ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് സ്പെഷ്യൽ പാർട്ണർ KSFE. നമ്മൾ ഒരുപാടടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാളികൾ പൊളിയല്ലേ എന്ന്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ അവിടെ മിനിമം ഒരു മലയാളിയെങ്കിലും ഉണ്ടാവും. അപ്പോ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും എന്നുള്ളതാണ്. ഇന്നത് ഒന്നുകൂടെ പറയാൻ കാരണം ഇന്ന് കേരളം പിറന്ന ദിവസമാണ്, കേരള പിറവി ദിവസമാണ്. അത് നമ്മളെല്ലാ മലയാളികളെയും ഒരിക്കൽ കൂടി ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. നമ്മളുടെ ശക്തി ശരിക്കും പറഞ്ഞാൽ നമുക്കറിയത്തില്ല. ഒരുപാട് കേട്ട ആ വാക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയാണ്, മലയാളി വൻ പൊളിയാണ്. ഓക്കെ, അപ്പം പൊളിയായ രണ്ട് മലയാളികളെ, ഒരു സുന്ദരനെയും ഒരു സുന്ദരിയെയും ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് ഷിട്ടു, നമ്മൾ ഇന്ന് കൂടുതൽ മലയാളം ഉപയോഗിക്കാം. അതായിരിക്കും ഇന്നത്തെ ദിവസത്തിന് കൂടുതൽ അനുയോജ്യം. എന്തു പറയുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് മലയാളത്തിൽ തന്നെ മൊഴിയാൻ പാടുള്ളൂ. പറയാന്ന് പറഞ്ഞാൽ മതി. ശരി, പറയാൻ പാടുള്ളൂ. അതിലൊരു ചെറിയൊരു മാറ്റം, അത് നമ്മള് ബ്രാൻഡിങ് എന്തായാലും പറയണമല്ലോ. നമുക്ക് കഞ്ഞി തരുന്ന നമ്മുടെ സ്പോൺസേഴ്സിന്റെ പേര് നമ്മൾ എന്തായാലും പറയണം. അങ്ങനെയുള്ള കട്ടിയുള്ള വാക്കുകളൊന്നും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള മലയാളം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ സുന്ദരനെയും സുന്ദരിയെയും ഈ കേരള പിറവി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം GP and DP. നമസ്കാരം GP. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഒരു പരിപാവനമായ വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ താങ്കളെയും കൂട്ടത്തിൽ ദിവ്യ പിള്ളയായ ഞങ്ങളുടെ DPയെയും സുസ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. ഒരുപാട് എപ്പിസോഡുകൾ കടന്നുപോയി. പല എപ്പിസോഡുകളിലും നമ്മൾ പല തരത്തിലുള്ള വസ്ത്രധാരണ ശൈലികൾ നമ്മൾ പരീക്ഷിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് DP എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെ പറ്റി ആലോചിച്ചിട്ടാണ്. ഇന്നത്തെ ദിവസം കേരള പിറവി ദിവസം എന്താ പറയാ, പേടിപ്പിക്കില്ലേ? നമ്മൾ അങ്ങോട്ട് നോക്കില്ല, നമ്മൾ വേറെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അങ്ങനെ നിൽക്കും. DPയുടെ വക എല്ലാവർക്കും ഒരു കേരള പിറവി ആശംസ കൊടുക്കും. ഓക്കെ, എന്റെ വക എല്ലാവർക്കും കേരള പിറവി ആശംസകൾ ഞാൻ നേരുന്നു. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കേരള പിറവി ദിനാശംസകൾ. ആ ഇരിപ്പിടത്തിലേക്ക് ആസനസ്ഥരായാലും. സകൃതകൃതാവായ നാട്ടുകാർ, നമ്മുടെ 8 ദമ്പതികൾ കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നു ഒരു അത്യുഗ്രൻ പദസഞ്ചലനം.
മൈ ഗോഡ് വാട്ട് എ ബ്യൂട്ടി. കേരള സാരിയും മുണ്ടും ജുബയൊക്കെ ഇട്ട് ഇത്ര സൂപ്പർ ആയിട്ട് റാമ്പ് വോക്ക് ചെയ്യാൻ പറ്റുമെന്ന് മിസ്റ്റർ ആൻഡ് മിസ്സസ് എല്ലാരും തെളിയിച്ചിരിക്കുകയാണ്. ആ ഒരു പദസഞ്ചലനം വളരെ മനോഹരമായിരുന്നു എന്നുള്ളത് ഞാൻ കൺകുളിർക്കെ കണ്ടു, ആസ്വദിച്ചു. നിങ്ങളും ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആ 6-ാം തമ്പുരാന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നേ. പറയൂ, ഒന്ന് കേക്കട്ടെ. DP-യുടെ 6-ാം തമ്പുരാനിലെ കൈയടിക്കൂ. 6-ാം തമ്പുരാനിലെ ആ ഒരു ഡയലോഗ് DP. കാവിലെ ഭഗവതി. എനിക്ക് അതാണ് ഓർമ്മ വന്നേ. ഓരോ അത്രേ ഉള്ളൂ. ഓക്കെ, DP ഒരു നല്ല ദിവസമായിട്ട് പ്ലീസ് നിരുത്സാഹപ്പെടുത്തരുത്. അതന്നെ. അപ്പം എനിക്ക് അതുപോലെയാണ് തോന്നിയത്. ഓരോ ആൾക്കാർ എന്തൊരു ഐശ്വര്യമാണ്. നിങ്ങളെല്ലാരും ഇങ്ങനെ വന്നിറങ്ങി ഓരോ ആ പാട്ടും അതിഗംഭീരായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ദ വേ ഹൗ യു ഓൾ കെയിം ആൻഡ് ലൈൻഡ് അപ്പ്. മലയാളം. നിങ്ങളെല്ലാം ഓരോ ആൾക്കാർ പദസഞ്ചലനം ചെയ്ത് നിങ്ങളുടെ ഓരോ സ്ഥാനത്ത് പോയി നിന്നത് വളരെ അപ്പോ ഇന്നത്തെ ഒരു വിശിഷ്ട ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവനായും ഹോനായും തന്നെ. പക്ഷെ ഇവിടെ മത്സരം എന്ന് പറയുന്നത് സുന്ദരിമാരും തമ്മിലാണ് മത്സരം. ഭാര്യമാരെല്ലാം ഈ ഭാഗത്ത്, ഓക്കെ, പവനായി ഭാഗത്ത് പോയി നിന്നാണ്. ഭർത്താക്കന്മാരെല്ലാം ഹോനായി ഭാഗത്ത് പോയിരുന്നാട്ടെ. ഹോനായി ടീമിന്റെ ആർപ്പുളി വരട്ടെ. പവനായി ടീം വരൂ. കഴിഞ്ഞ തവണ ഇവിടുന്ന് പോകുമ്പോ നീ എന്തൊക്കെയാ പറഞ്ഞിരുന്നു? ഒരു മലയാളം മാഷിനും കൊണ്ടുവരും, ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതാണ് ഇതാണ്. മൈ ഗോഡോ, എന്റെ ദൈവമേ. ബ്രോബിനെ കൊടുത്ത പണിയാ. ബ്രോബിക്ക് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ. വെയിറ്റ് ചെയ്യ്, ഞാൻ ബ്രോബിയെ വിളിക്കട്ടെ. ഹലോ ഹലോ ഹലോ, മറ്റേ ബ്രോബി അല്ലേ? ബ്രോബി. ബ്രോബിയാണ്. ചേട്ടാ, ഞാന് മറ്റേ പരിപാടി അവതരിപ്പിക്കത്തില്ലേ, ജീവനില്ലാത്ത പരിപാടി അവതരിപ്പിക്കുന്നോ? ജീവനില്ലാത്ത പരിപാടിയല്ല, മറ്റേ സീ കേരളത്തില് പരിപാടി അവതരിപ്പിക്കുന്ന ഒരു പയ്യനില്ലേ, ജീവൻ. ബ്രോബി ചേട്ടാ, ഇന്നായിരുന്നു പരിപാടി. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടില്ലായിരുന്നു, ഒരു മലയാള മാഷ്. പുള്ളി വന്നു പറഞ്ഞ 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചതാ. അയ്യോ ഇല്ല, ഞങ്ങൾ ഇവിടെ ഒക്കെ നോക്കി. അയ്യോ, പുള്ളി ഉണ്ടോ അവിടെ? ഇല്ല, ഒന്ന് വേഗം ഒന്ന് വിടാവോ? വിടാം. ശരി, എന്നാ വെക്കുവാ. ഇങ്ങോട്ട് വരണ്ട ബ്രോബി. ഞാൻ വരണ്ടേ? വേണ്ട, പുള്ളിയെ വിട്ടാ മതി. അപ്പൊ കമ്മീഷന് ആ പുള്ളിയെ കൊടുത്തു വിട്ടാരെ. ഓക്കെ. ഞങ്ങൾ മലയാള അധ്യാപകന്മാർ ആരെ കണ്ടാലും ഇങ്ങനെ അടി. ബ്രോബി പറഞ്ഞിട്ട് വന്ന ബ്രോബി പറഞ്ഞു വിട്ട് വന്ന മാഷാണ്. ഇവിടെ ആരോ മലയാളം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ ബ്രോബി പറഞ്ഞു വിട്ടു. പക്ഷേ ബ്രോബിയുടെ അതേപോലെ ഇരിക്കുന്നു. അതേ നടത്തം. അല്ലല്ല, ബ്രോബിയുമായിട്ട് എനിക്കൊരു ബന്ധമല്ല. ഞാൻ ബ്രോബിയുടെ കൂട്ടുപോലിരിക്കുന്ന ബോബിയുടെ സംസാര ശൈലിയിൽ ഇതൊന്നുമല്ല എനിക്ക് സത്യമായിട്ട്. അപ്പൊ ഞങ്ങൾ മൊത്തത്തിൽ ഇന്ന് കേരളപ്പിറവി ആഘോഷിക്കുവാണ്. അപ്പം മാഷിന്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉളവാക്കുന്ന ഒന്നാണല്ലോ. നമുക്ക് കുറച്ച് പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്, 2 കുട്ടികൾ അവിടെ ഉണ്ട്, 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. ആണല്ലേ? അപ്പൊ ഇതിനകത്ത് ആർക്കാണ് വേണ്ടത്? മാഷയുടെ ഒരു ശീലം പറഞ്ഞല്ലോ, ഒരു അടി കൊടുത്തതിന് ശേഷം പഠിപ്പിക്കുക. അതിന് പറ്റിയ ഒരാള് ഇവിടെ ഉണ്ട്. ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് തന്നെയാണ് ഞങ്ങളുടെ DP ആണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ DP-യെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. DP ആണോ? കുട്ടിക്ക് മലയാളം അറിയില്ല? മലയാളം തീരെ അറിയില്ല. DPP സമ്പ്രദായത്തില് കൊച്ചു വിദ്യാഭ്യാസം ചെയ്തു, അതാ പറ്റിപ്പോയത്. ഞാൻ DP കൊണ്ട് 2 അടി കൊടുത്ത് തുടങ്ങിയത്. DPക്ക് ചെല്ലു. എന്താണ് ഈ കൊച്ചിന്റെ പ്രശ്നം? മലയാളം കുട്ടിക്ക് തീരെ അറിയില്ല. അറിയാം മാഷെ, എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടാണ്. വാക്കുകൾ ഇങ്ങനെ വരുന്നില്ല, അനർഘ നിർഗളമായിട്ട് വരുന്നില്ല. എവിടെ പഠിച്ചത്? എവിടെ?
ദുബായിലാ പക്ഷേ DPP സമ്പ്രദായത്തിൽ പഠിച്ചതുകൊണ്ട് ദുബായ് പഠിച്ചതുകൊണ്ടാണ് അക്ഷരം കിട്ടാത്തത്. അതെ, തീർച്ചയായും. കുട്ടിക്ക് മലയാളം ഒട്ടും അറിയില്ല. എനിക്ക് കുറച്ചറിയാം. കുറച്ച് അറിയാവുന്നതൊന്ന് പറഞ്ഞു. ഒന്ന് പറ, അക്ഷരമാല പറഞ്ഞു. കായിക ഗായിക ങ. കായ്ക്ക് കായിക്ക ജാഫർക്ക ന്യായം. ആ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്? അ, ആ, ആ ഈ ഈ ഉ ഉ. ആ ആ അ, ആ, ഇ, ഉ. ആ ആ ആലോചിക്കൂ, കിട്ടും. എനിക്ക് പ്രശ്നം. അശ്, ആ, എ, എ, ഐ, ആ, ഒ, wait, wait, wait. ആ. Rewind, rewind, ആ, rewind. നിക്ക്, നിക്ക്. Rewind. അതൊന്നുകൂടെ ആ, ഈ, ഊ, ആ. എ, അതിന്റെ ഇടയിലൊരു സാധനം ഉണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ അക്ഷരമുണ്ട്. നീങ്ങി നിന്നോ ഭാഷ വേണ്ടിയിട്ട്. ശ്രമിക്കൂ, ശ്രമിക്കൂ. ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. DP ശ്രമിക്കൂ, ശ്രമിക്കൂ. മാഷ് പറഞ്ഞായി. ആ ആ അ, ആ, ഇ, ഈ, ആ. ഉ, ഊ, ആ ഇറോ. ഇറോ. ആ, ഈ, ഊ, ഇറോ. ആ സാധനമാണ്. ഇറോ. 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 ആ, ഇറോ കഴിഞ്ഞിട്ട് എ, എ, ഐ, ഒ, അം, ഹം, അം, ഹ. അമ്മോ ഹം, ഹാ. ഹിന്ദി അല്ല ഇത്. മാഷെ ഇച്ചിരി സമയം കൊടുക്കാം, തുടങ്ങിയതല്ലേ ഉള്ളൂ. കാര്യം ഇവിടെ ഒരുപാട് പിള്ളേർ ഓൾറെഡി അറിയാവുന്നവരുണ്ട്. അറിയാവുന്നവരുണ്ട്. അവരെ നമുക്കൊന്ന് പരീക്ഷിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ആ ശരി ശരി ഇപ്പൊ തൽക്കാലം ഇത്രയും മതി. അപ്പൊ മാഷെ നമുക്ക് DP കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഇരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ടല്ലോ. അപ്പൊ എല്ലാത്തിന്റെ ഒരു മേൽനോട്ടം മാഷ് നിർവഹിക്കണം. ഞാൻ തീർച്ചയായിട്ടും കാര്യം നമ്മുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കും കിട്ടും. പാഠം 1 ഒരു വിലാപം എന്നാണ് മാഷെ പേര്. പാഠം എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറ്റിയ വിഷയം തന്നെയാണ് നിങ്ങൾ ഇവിടെ സജസ്റ്റ് ഓക്കെ അടിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഒരു അല്ല അത് CBSE കൊച്ചു വന്ന് എന്റെ അടുത്ത് നിന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ ഒരു പണികൾക്ക് ആവശ്യമായ കുറച്ച് സാധന സാമഗ്രികൾ ഇങ്ങോട്ട് വരാനുണ്ട്. ഇപ്പൊ മാഷിന് ഞങ്ങള് ആ തരുണി മണികളുടെ അവിടെ ഒരു കസേരയിൽ ഇരുത്തുകയാണ്. അയ്യോ താല്പര്യമില്ല, എന്നാലും മാഷാണ്. അപ്പൊ ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അവർക്കും തിരിച്ചു കൊടുക്കണം. ബഹുമാനം ഇല്ലെങ്കിലും സ്നേഹം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ പണികൾക്ക് വേണ്ട സാധന സാമഗ്രികൾ വരാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ബ്രാൻഡിങ് നമുക്ക് ആംഗലേയത്തിൽ പറയാം. ആംഗലേയത്തിൽ പറയാം. ഓക്കെ. This is Cutie the beauty soap and PSY Noni hair color shampoo. Co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub. Co-powered by Asian Paints and special partner K Safi. ഞങ്ങള് വേഗം വരും. പക്ഷേ നമ്മള് പാഠം 1 ഒരു വിലാപം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ആ ഒരു പ്രത്യേക പണി നമ്മൾ കടക്കുകയാണ്. മാഷിന്റെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാ തരത്തിലും. മാഷ് ഞങ്ങൾക്ക് ഇവിടെ വേണം. മാഷ് മൊത്തത്തിലൊരു കാര്യക്കാരായിട്ട് ഞങ്ങളിവിടെ വേണം. വേണോ? ഞാനിവിടെ സിങ്കായി വരുമായിരുന്നു. പാഠം 1 ഒരു വിലാപത്തിലേക്ക് നമ്മള് നമ്മുടെ മത്സരാർത്ഥികളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. പോരായി ടീമിൽ നിന്നും ആരാണ് വരുന്നത്? ഷിട്ടു. രാജാവാണെങ്കിലും വിഷയമല്ല, തെറ്റിച്ചു ഞാൻ മടി കൊടുക്കും. അപ്പൊ നീത്ത് വന്നു. എന്താ രാജാവേ ഒരു വിഷമം? രാജാവിന്റെ മുഖത്തൊരു അത്യധികം വിഷമം നിൽക്കുന്നു. അന്താളിപ്പ്. മാഷിന്റെ വടി കണ്ടപ്പോഴേ എന്റെ പകുതി ജീവനങ്ങ് പോയി. 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോ ഒരു വേവലാതി ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിട്ടില്ല. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നീ എന്തായിരുന്നു? നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആളുടെ പ്രിയ സഖിയെ ഞാൻ അപ്പുറത്തുനിന്ന് വിളിക്കുവാണ്. അപ്പൊ പവനായി ഭാഗത്ത് നിന്നും നീത്തിന്റെ പ്രിയ സഖി ഇരി. നീത്തും മിറിയും 2 ഭാഗത്ത് എത്തിയ സ്ഥിതിക്ക് ഞാൻ ആയുധങ്ങൾ കൈമാറുകയാണ്. ആയുധം ഇതാണ് ആയുധം. നമ്മുടെ പണി ഇത്രയേ ഉള്ളൂ. ആ മുതൽ ആദ്യത്തെ 5 അക്ഷരങ്ങൾ എഴുതുക. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോ സമയം പിന്നിലേക്ക് പോകുന്നു. 3, 2, 1 തുടങ്ങട്ടെ. ആരാ നിന്നെ 1, 2 പഠിപ്പിച്ച ആരാ? 3, 2, 1 സമയം പിന്നിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എഴുതി തുടങ്ങി. 3 ഇനി 2 അക്ഷരം കൂടെ. 2 അക്ഷരം കൂടെ.
ഒരുപാട് നന്ദിയുണ്ട്. താങ്കൾക്ക് തിരികെ അവിടെ പോയി ഇരിക്കാം. അപ്പൊ ആദ്യത്തെ 5 അക്ഷരം എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന് ബാക്കിയുള്ള 5 അക്ഷരം എഴുതാനായി ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന 2 ദമ്പതികളാണ്. ഹോനായി ടീമിൽ നിന്നും മാഷെ ആരെ വിളിക്കണം? മാഷെ അല്ല, ലവനെയും വിളിച്ചാലോ? ആരെയാ? ലവൻ. വരൂ. വരൂ. ബാക്കിയുള്ള 5 അക്ഷരങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ. കൈ അടിച്ചോളൂ. തന്നോളൂ. പോയി ഇരുന്നോളൂ. മൈക്കും തന്നോളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു. നല്ല കൈയടികൾ വരാം. നല്ല കൈയടികൾ വരാം. മാഷേ, നമുക്ക് ആരെ വിളിക്കണം? അടുത്ത 5 അക്ഷരം എഴുതാൻ എല്ലാവരുടെയും മുഖത്ത് ഒരു പരിഭ്രാന്തി ഉണ്ട്. ഗാനമേള ട്രൂപ്പിലെ മലയാളം ഗായകരുടെ വിട്ടിരിക്കുന്നവനാണ് നിഖിൽ. ബാക്കിയുള്ള 5 അക്ഷരങ്ങൾ എഴുതി തുടങ്ങാൻ പോവുകയാണ്. സമയം ഇതാ പിന്നിലേക്ക് പോകുന്നു. 3, 2, 1 ആരംഭം. ഓക്കേ, ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ലെന. ലെന പൊക്കോളൂ. നന്ദി. നിഖിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കഴിഞ്ഞല്ലോ, പോയിരുന്നുള്ളൂ. നമ്മൾ ഒരു തവണ കൂടെ കാണേണ്ടി വരും. അടുത്ത 5 അക്ഷരങ്ങൾ എഴുതാൻ നമ്മൾ വിളിക്കുന്നത് ഹോനായി ടീമിൽ നിന്നും സഞ്ജുവിനെയും പവനായി ടീമിൽ പവനായി ഭാഗത്ത് നിന്ന് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് 2 അടിയുടെ ആവശ്യമുണ്ട്. മാഷെ കള്ളത്തരം കാണിച്ചത്? ഞാൻ കള്ളത്തിനൊന്നും കാണിച്ചില്ല. ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ച് നോക്കിയത് എന്തൊക്കെ അക്ഷരങ്ങൾ ലക്ഷ്മിയുടെ മനസ്സിന്റെ പേരാണത്. വരൂ, കൈ നീട്ടു. മാഷി കഷ്ടമുണ്ട് മാഷി. ഞാനൊരു പാവം മാഷ്. നീ ഒന്നും പണയണ്ട. മാഷെ, നമ്മള് ബാക്കി തുടങ്ങാൻ പോവുകയാണ്. സമയം പിന്നോട്ട് പോകുന്നു. 3, 2, 1 ആരംഭം. കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അടുത്തയാളെ വിളിക്കോ. അടുത്തയാള് ഹോനായി ടീമിൽ നിന്നും നിസാറിക്കയും പവനായി ടീമിൽ നിന്ന് ഷെജിത്തെ. വരൂ. ഞാൻ പറഞ്ഞിട്ടേ തുടങ്ങാവുള്ളൂ. മോന് മൈക്ക് കൊടുക്കും. മോൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പറ. മോൻ അറിയാവോ സാധനം എഴുതാൻ അറിയാവോ? എഴുതാറിയാം, പക്ഷെ എന്താന്നുള്ളത് എന്തെഴുതണമെന്ന് അറിയില്ല. ഞാൻ എഴുതും, പക്ഷെ മാഷിന് വായിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ പുള്ളി പണ്ഡിതനും ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനായി പോയി. ശരി, എഴുതാം. സമയം പിന്നോട്ട് പോകുന്നു. 3, 2, 1 ആരംഭം. ഒരാളും മോശമല്ല, ധൈര്യമായിട്ട് എഴുതിക്കോളും. ആഹാ, ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. മിടുക്കി. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോന്ന്? ഒരു കൊടുവാണോ മാറിയിട്ട് കിട്ടുമോ? തന്നോളൂ, പോയിരുന്നോളൂ. ഇന്ന് ഞാനൊന്ന് അറമാദിക്കുന്നു. അയ്യോ, മാഷിനുള്ള അവസരം ഞങ്ങൾ തരാം. ആദ്യത്തെ 5 അക്ഷരം മാഷ് പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യത്തെ 5 അക്ഷരം എഴുതിയത് ഇവിടെ വേണോ? മിറിയുമാണ്. എഴുന്നേറ്റിരിക്കും. പറയൂ മാഷ്. ഇതെന്നെ കമ്പി മുറിച്ച് വെച്ചേക്കണോ? എവിടെ കമ്പി മുറിച്ച് ചാരി വെച്ചേക്കണം? അല്ല, ഈ മുള്ളുവേലിയുടെ കമ്പിയൊക്കെ പിരിച്ചിടൂല, അതുപോലെ കിടക്കണം. മുള്ളുവേലിയുടെ കമ്പി. അതൊക്കെയാ. അത് രഞ്ജിത്ത്. എനിക്കറിയാൻ പാടാത്ത മോഹൻലാലിന്റെ മുഖമൊക്കെ വരച്ചു വെച്ചേക്കാം. ഇംഗ്ലീഷ് അക്ഷരത്തിലെ ബി.
ഇല്ല മാ. എന്താണ് ഇത്? ആ കുട്ടീനേക്കാളും കഷ്ടമാണല്ലോ ഇവന്മാരെല്ലാവരും. പ്രേമലേഖനം എഴുതി ഇവിടുത്തെ പിന്നെ അക്ഷരങ്ങളൊക്കെ നല്ലതായിട്ട് നല്ല ഭംഗിയാണ്. ഖ ഖ ഗ ഖ ങ ഛ ഛ ജ ഛ ഞ. ഇഞ്ഞയത് ഇത് മറ്റത് ഞാഞ്ഞയുടെ ഞായ. ഇവിടെ ഇഞ്ഞിട്ടാണ് മുഞ്ഞയുടെ ഇഞ്ഞ. അത് അവിടെ കിടക്കട്ടെ അല്ലേ? ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോ? ഈ ദാ ഇവിടെ, ഈ ദാ ഇവിടെ. അതെ മാഷിന്റെ മറന്നുപോയ മലയാളം. അതല്ല, വേറെ സംഭവം ഉണ്ട്. ഞാൻ മറന്നിട്ടില്ല. എന്റെ പ്രായവും കണ്ണിന്റെ കാഴ്ചയെ നിങ്ങൾ മാനിക്കണം. സത്യം. ശരി. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പം മാഷെ, ഇവർക്ക് നമുക്ക് ശിക്ഷാവിധി നടപ്പാക്കേണ്ട സമയമാണ്. ആദ്യം തന്നെ ആ കായിൽ തെറ്റിച്ചവനെ ഇവിടെ വിളിക്കാം. അവനെ ചാക്കിനകത്ത് ഉപ്പുകല്ല് നിരത്തിയിട്ട് അതിനെ മുകളിൽ മുട്ട് കുത്തി നിർത്തി മറ്റേ സ്ഫടികത്തിൽ അടിക്കണേ അടിക്കാൻ പോവാ. ഇതെന്ത് അക്ഷരമാണെന്ന് നീ പറയണം. ഇതാണോ ഖാ? ഈ ഖായ്ക്കൊരു തലയുണ്ട്, നീ അത് മുറിച്ചു കളഞ്ഞോ? അതില്ലേ ഇങ്ങനെയല്ലേ ഇതുപോലത്തെ ഒരു തലയുണ്ട് അവിടെ. അത് സ്പീഡിൽ എഴുതുമ്പം ഒരു സ്പീഡിൽ എഴുതുമ്പോ തല പോയി. എടാ, തല വെച്ചിട്ടല്ലേ എഴുതണേ? അപ്പൊ നീ സ്പീഡിൽ എഴുതുമ്പോ തല കളയാൻ കൊള്ളാവോ? ഇല്ല, ഇനി തെറ്റിക്കില്ല. എന്താണ് മാഷെ ശിക്ഷാവിധി? എന്താണ് ഇവന് കൊടുക്കേണ്ടത്? ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒന്നാണ്, നിങ്ങൾ തന്നെ പറ. നമ്മുടെ കയ്യിൽ ഇവർക്കൊരു ശിക്ഷാവിധി ഉണ്ടോ? അതാണ് നല്ലത്. ഇവിടെ കുറെ മലയാളത്തിലുള്ള നാക്കുളിക്കുകൾ നമ്മളിവിടെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ മതി. അത് പറയിപ്പിച്ചിട്ട് വിടാം. ഓക്കെ, അത് ശരിയാ. വരുമ്പോ തന്നെ പിള്ളേരെ അടിക്കണ്ട. കാര്യം ഞാൻ അങ്ങനെയാണ്, പിള്ളേരെ എനിക്ക് തല്ലുന്ന വലിയ വിഷമമുള്ള കാര്യമാണ്. അതെ. അപ്പൊ മാഷെ, ഇതാണ് മീത്ത് പറയേണ്ടത്. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഇനി നടുത്തളത്തിലേക്ക് തെറ്റാതെ 5 തവണ സ്പീഡിൽ നോക്കി വായിക്കാൻ പറ്റില്ല. മനപ്പാടമാക്കാം. ഒന്നും കൂടി പറയാം. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ? അങ്ങനെ ആക്ഷൻ സോങ് കാണിച്ച് അത് പാടിക്കോളൂ. ഉരുള ഉരുട്ടിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഒരുമിച്ച് ഉരുട്ടരുത്. ഉരുളയും ഉരുളിയും ഒരുമിച്ച് ഉരുട്ടരുത്. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഞാൻ പറഞ്ഞിരിക്കും. ഉരുള ഉരുട്ടി ഉരുളിയിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഒരു തവണ ഉരുട്ടിയാ മതി, അല്ലെങ്കിൽ കുറെ ഉരുളുണ്ട്. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഒരു പ്രാവശ്യം കൂടെ. ഉരുള ഉരുട്ടി ഉരുളിയിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഇനി കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി പറഞ്ഞു. ഉരുള ഉരുട്ടി ഉരുളിയിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളിയിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? അടിപൊളി. അടുത്ത ആരാണ് തെറ്റിച്ചത്? അവിടെ ഇവിടെ തെറ്റിച്ചിരിക്കുന്നത് റിജി. പറയുന്ന കാര്യം 5 തവണ വളരെ സ്പീഡിൽ പറയുക. ഓക്കെ, ചെറുത് തരാം. വരൾച്ച വളരെ വിരളമാണ്. അത് 5 തവണ സ്പീഡിൽ. വരൾച്ച വളരെ വിരളമാണ്. 1. വരൾച്ച വളരെ വിരളമാണ്. 2. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. അപ്പോ പോയിരുന്നാട്ടെ. ഇനി ഇവിടുന്നാണ് നമുക്ക് അടുത്ത ആളെ വിളിക്കേണ്ടത്. നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ ഇല്ല. ഞാൻ എവിടുന്ന് വന്ന്
ഇതിലും ഷേപ്പ് ഉണ്ട് മറ്റേ മധുരസേവയ്ക്ക്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു തരി ചെറു കുരുമുളകുരുളും. മിതമായിട്ട് ഓവർ ആക്കരുത്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളകുരുളും. തണ്ടുരുളും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു തരി ചെറു കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളകുരുളും. ഈ ഭാഗത്ത് ലക്ഷ്മി പറഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട് മാഷെ. അതും കൂടെ മാഷ് കണക്കിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് തെറ്റിച്ചത്. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? ഇവരൊക്കെ കാണിക്കണ ഓരോ തോന്നിയ അവസരം ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലേ? ഇത് വളരെ എളുപ്പമാണ്. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരലുരുളുമ്പോ ഉരുളുമ്പോൾ ഞാൻ പറയാം. ഉരുളുമ്പോൾ ഞാൻ പാടി കറക്റ്റ് ഭാഷ പറഞ്ഞു കൊടുക്കുമല്ലേ? ചരൽ ഉരുളുമ്പോൾ ഒരുമിച്ച് ചരലുരുളുമ്പോൾ മണലുരുളൂല. മണലുരുളുമ്പോൾ ചരലുരുളൂല. ഇതേപോലെ 5 തവണ 5 തവണ ഭാഷ ദേഷ്യം പിടിപ്പിക്കല്ലേ? ചരലുലും അറിയില്ല, നാക്ക് മുടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. ചരലുരുളുമ്പോൾ ചരലുരുളുമ്പോൾ മണലുരുളൂല. മണലുരുളുമ്പോൾ ചരലുരുളൂല. അല്ല, എനിക്കെത്താ പറയാനുള്ളൂ. ഇനി മക്കളുണ്ടോ? ഒരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞു. അത് വലുതാകുമ്പോ അതിനോട് പഠിക്കാനെങ്ങാനും പറഞ്ഞ അവിടെ വന്ന് ഞാൻ അടിക്കും. നമ്മള് ശ്രമിക്കാതെ എടുത്ത് പോകാൻ. ചരലുരുളുമ്പോൾ വെള്ളമാക്കി തരാം. ചരൽ ഉണരൂല. അതെ, ഒരു 108 വിളിച്ചു നിർത്തിക്കോ. ചരലുരുളുമ്പോൾ ഉരുളുമ്പോൾ മണലുരുളൂല. മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല. മണലുരുളുമ്പോ ചരലുരുളൂല. അതേത് മനയാണ്? ചരലുരുളുമ്പോൾ മണലുരുളൂല. ആ മൈക്ക് ഞെക്കി പൊട്ടിക്കരുത് കേട്ടോ. മണലുരുളുമ്പോ ചരലുരുളൂല. ചരലുരുളുമ്പോ മണൽ ഉരുളൂല. മണൽ ഉരുളുമ്പോ അതായത് ഞങ്ങളുടെ അടുത്ത സ്കൂളില് ഒരു മലയാളം ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട്. പോരുന്നുണ്ടോ? ഇത് ശരിയായിട്ട് പറയാൻ പറ്റുന്നില്ല. ഒരു 3 ഏത്ത വിട്ടിട്ട് പൊക്കും. ചരല്ല. അതായത് പറയണോ? 1 2 3 ഇനിയും ഈ സൈഡില് ഒരു അക്ഷരം തന്നെ വല്ലാണ്ട് മിസ്സായിട്ടുണ്ട്. ഇങ്ങ് വന്ന് ഇവിടെ ഇരുന്നൊരു അക്ഷരം കാക്ക ഉണ്ടോയോ? എനിക്കറിയില്ല മലയാളം. എനിക്കറിയില്ല. നമുക്ക് ഇന്ന് പഠിക്കാം. ഇത് ഒരു അക്ഷരം മൊത്തത്തിൽ തന്നെ കാണാതെ പോയതുകൊണ്ട് 2 ഐറ്റം കൊടുക്കുന്നുണ്ട്. ഇക്കയ്ക്ക് 2 ഐറ്റം കൊടുക്കുന്നുണ്ട്. വടി ചെന്ന് പുളിയെ കയറി, പുളി എന്ന് വടിയെ കയറി. ഇന്ന് വളരെ നൂൽപാലത്തിലൂടെയാണ് ഇക്ക സഞ്ചരിക്കാൻ പോകുന്നത്. വടി ചെന്ന് പുളിയെ കയറി, പുളി എന്ന് വടിയെ കയറി. വടിയും പുളിയും. വടി ചെന്ന് പുളിയെ കയറി, പുളി എന്ന് വടിയെ കയറി. തമ്പുരാനെ നീ കാക്കണേ. ജീവ അവിടെ വേറെ ഒന്നും മനസ്സിലായില്ല. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് കുട്ടിക്ക്.
പടി എന്ന് പുളിയെ കയറി മനസ്സിലായി. വടി ചെന്ന് പുളിയെ കയറി പുളി ചെന്ന് വടി കയറി. വടി ചെന്ന് പുളിയെ കയറി പുളി ചെന്ന് വടി കയറി. ആവേശം വേണ്ട, അത്ര ആവേശം വേണ്ട. വടി ചെന്ന് പുളിയെ കയറി പുളി ചെന്ന് വടി കയറി. വടി ചെന്ന് പുളിയെ കയറി പുളി ചെന്ന് വടി കയറി. അല്ല, വടി ചെന്ന് പുളിയെ കയറി പുളി കയറി വടി. കുഴപ്പമില്ല. അടുത്ത പിടിച്ചോ. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. രാമമൂർത്തി ഇല്ല, ശ്രമിക്കാതെ ശ്രമിച്ചാ മതി. സിമ്പിൾ. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. രാമമൂർത്തിയുടെ മൂർത്തിയല്ല, മൂർത്തി. നടുക്കേറണം, ഇല്ലെങ്കിൽ മൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ സത്യമൂർത്തി. ഇതേപോലെ 5 തവണ. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ സത്യമൂർത്തി. ഇനി ഇത് ഒരുമിച്ച് പറ. ടിക്ടോക്ക് ചെയ്യണ്ടായിരുന്നു. രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തിയുടെ ഇല്ല, ഇവർക്കൊക്കെ ഓരോ പുത്രന്മാരുണ്ട്. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ രാമനും കൃഷ്ണനും പിന്നെ തെറ്റിയാലും മൂർത്തിയും പുത്രനും തെറ്റരുത്. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. അടിപൊളി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. ഒന്നുകൂടെ. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, സത്യമൂർത്തി. ഇവ നോക്കിടാ, മുണ്ടൊന്ന് മടക്കി കുത്ത് നിസാർക്ക. വേണ്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. നമ്മളെല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പാഠമൊന്ന് ഒരു വിലാപം നമ്മളെല്ലാവരും കണ്ടു, ആസ്വദിച്ചു. നമ്മളെല്ലാവരും നന്നായിട്ട് ചിരിച്ചു. അല്ല, DPയും നന്നായിട്ട് ചിരിച്ചു, GPയും നന്നായിട്ട് ചിരിച്ചു. DP ഞെട്ടണ്ട. ഇതിനൊക്കെ മേൽനോട്ടം വഹിച്ച ഈ മാഷ് നമുക്കൊക്കെ ഇത് കറക്റ്റായിട്ട് എങ്ങനെ എഴുതണം എന്ന് കാണിച്ചു തരാൻ പോകും. ഇതൊക്കെ എന്ത് വെറുതെ വരണ്ടായിരുന്നു. മാഷിന് നല്ല കൈയടി. നമ്മൾ ഈ മാഷിൽ നിന്ന് പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് തെറ്റിച്ച് എഴുതുന്നത് എങ്ങനെയാണ് തെറ്റിക്കാതെ എഴുതുന്നത് എന്നാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഏതാ മോനെ എഴുതണ്ട? ആദ്യം എറുവാണ്. അതിനെ എറുന്നാണ്. എഴുതിയാൽ മതി. പക്ഷേ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എറുവാണ് എഴുതണ്ടേ? DPക്ക് അത് എറോ ആണ്. രണ്ടര പിടിക്കാൻ പോകുന്നു. തെലുങ്ക് ഏറ് കിട്ടുന്നു. മൂർക്കമ്പാമ്പിന്റെ തലയിലുണ്ട്. പുള്ളീനെ ഒന്ന് വിളിച്ചു വരുത്തിയാണെന്ന് കറക്റ്റായിട്ട് എഴുതായിരുന്നു. എറു എന്നെഴുതിയാൽ മതി. മാഷിന്റെ കൈകൾ വിറയ്ക്കുന്നു. മാഷി പുലി. എഴുതിക്കോ. അതെവിടെ തോന്നുന്നു? അതിന്റെ അടിയിലൊരു ഇതൊക്കെ അതില്ല കേട്ടോ. ലാ കഴിഞ്ഞെന്തുവാ? ലാ കഴിഞ്ഞെന്തുവാ? ഈ റാ ഇങ്ങനെ പിടിച്ചിട്ട് കറക്ക് കൊടുത്താ പോരെ? ഓക്കല്ലേ? മാഷിനെ ഇവിടുന്ന് ഓടിച്ചാലോ? ഓടിച്ചോ മാഷേ.
രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ സത്യമൂർത്തി. ഞാനിപ്പോ മൂത്രം ഒഴുകി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ സത്യമൂർത്തി. പ്രാർത്ഥിക്കുന്ന രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി സത്യമൂർത്തി. അല്ല സത്യമൂർത്തി. തുടങ്ങിക്കോളൂ. രാമമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ. ഞാൻ പറഞ്ഞ മൂത്രം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇടയ്ക്ക് വരും കൃഷ്ണമൂർത്തി. അടുത്ത് തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. പാണിപാളി. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളകുരുളും. അതിന് ഒത്തിരി സ്പീഡ്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ചെറു തരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ചെറു തരി കുരുമുളകുരുളും. ഒരുപാട് സന്തോഷം മാഷെ ഇവിടെ വന്ന് എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മലയാളത്തെ ഉണർത്തിയെടുത്തതിന് മാഷിനെ വീണ്ടും വീണ്ടും ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ജിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ? വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ മാഷെ നമ്മൾ ആദ്യം നമ്മുടെ മൂത്താശാൻ GP കൊണ്ട് ചില വാക്കുകൾ എഴുതിക്കാൻ പോവുകയാണ്. മാഷെ ഞാൻ അങ്ങയുടെ അനുവാദത്തോടെ ഞാൻ ആ വാക്ക് പറയുകയാണ്. ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ. കുറച്ച് വലുതാക്കി എഴുതായിരുന്നു. ഇനി അടുത്ത DP എഴുതും. ഞാൻ വേറെ തരാം. വേറെ സിമ്പിൾ ആയിട്ടുള്ള തരാം. സിമ്പിൾ ആയിട്ടുള്ളത്. ചിരഞ്ജീവി. സമയം കഴിഞ്ഞു. ചിരഞ്ജീവി. ഇതാരാ? മലയാളത്തില് എഴുത വെറും ചാന്ന് പെട്രോൾ മാക്സ് വരച്ചു വെച്ചേക്കുന്നു. അത് റായ. ഇവിടെ ഒരു ചുരുപ്പൂടും. ചുരുപ്പോ? പിന്നെ നന്നായിട്ടുണ്ട്. എഴുതട്ടെ. ഇഞ്ച. കുട്ടി ഇഞ്ച ഇല്ല. ഇഞ്ചയുടെ ഇഞ്ച എഴുതിയത്. ഇനി വള്ളി. സ്പ്രിങ് വരച്ചു വെച്ചേക്കുന്നു. വായുടെ മേളി വള്ളി. ഇത് ചിരഞ്ജീവി എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് ദൃഷ്ടദ്യുമ്നൻ. ഇത് ഗുഡ് സ്ട്രെയിൻ പോകുന്ന പോലെ ഉണ്ട്. DPക്ക് മലയാളം അറിയാത്തതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ ഒരെണ്ണം കൊടുക്കാം. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. ഒന്നുകൂടെ. വരൾച്ച വളരെ വിരളമാണ്. ഓക്കെ, മിടുക്കി. നല്ലൊരു അപ്ലാസ് കൊടുക്കാം. ഈ മൂത്താശാന് നമ്മള് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ല കൈഡി. വളരെ എളുപ്പമുള്ളത്. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് 6 ആൾ 6 ആണാടിനെ ഇറന്നു. എന്നിട്ട് 1 കിലോ എനിക്ക് തന്നില്ലോടാ. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് 6 ആള് 6 ആണാടിനെ ഇറന്നു. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് 6 ആള് 6 ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക്. അയ്യോ, സ്പീഡില്. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് 6 ആള് 6 ആണാടിനെ അറുത്തു. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് 6 ആള് 6 ആണാടിനെ അറുത്തു. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് 6 ആള് 6 ആണാടിനെ അറുത്തു. കേരളപ്പിറവിയുമായിട്ട് നമ്മളെല്ലാവരും മലയാളത്തോട് കുറച്ചുകൂടി അടുത്തു എന്ന് പറഞ്ഞപ്പോൾ കമ്പനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഈ പയ്യനത് പറയും. കാരണം അല്ലു അർജുന്റെ കൂടെ അഭിനയിച്ചിട്ട് ഒന്ന് കൃത്യമായിട്ട് എഴുതണം. അതിപ്പോ ഞാൻ എഴുതി തെറ്റിക്കാമല്ലോ. എഴുതി കൊടുത്തറാ. അതെനിക്ക് അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം തന്നെ എഴുതാൻ വന്നു. ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ എഴുതും. അതാണല്ലേ? അല്ലേ? ആണോ? എഴുതുന്നേ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ.
ഇത് കറക്റ്റ് ആണോ? ഇത് തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കത് ഇത് തെറ്റാണ്. ഇത് ശരിയാണോ എന്ന് അറിയാൻ ഇവിടെ ആരും ഇല്ലടാ. ഇത് ശരിയാണെന്ന് അറിയുന്നതെങ്കിലും ഒന്നും എഴുതി തരുമോ? അല്ല, നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഇത് പ്രേക്ഷകർക്കായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ കേരളപ്പിറവിയുടെ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ജീവയുടെ, അപർണയുടെ, ജീപ്പിയുടെ, ഡീപ്പിയുടെ എല്ലാത്തിന്റെ അടിയിൽ വന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി ഞങ്ങളെ സഹായിക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. മാഷി ഒരുപാട് തിരക്കുള്ള ആളാന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ മാഷിനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ മലയാളം പഠിപ്പിക്കാനുണ്ട്. പിന്നെ മാഷിന്റെ ആ ഒരു അനുഭവം അവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് പ്രസിഡന്റിനെ മലയാളം പഠിപ്പിക്കാൻ. ഞങ്ങള് മാഷി ഏത് ഇന്ത്യൻ പ്രസിഡന്റ്? അല്ലല്ല, പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് രാമൻകുട്ടി ആശാന്റെ അടുത്ത് പോയി പുള്ളീനെ കുറച്ച് മലയാളം പഠിപ്പിക്കണം. അതിന് വേണ്ടി ഞാൻ പോവാ. ഞങ്ങൾ മാഷിനെ വേഗം യാത്രയാക്കിയിട്ട് വരാം. നിങ്ങൾ എവിടെയും പോരുന്നത്, ഞങ്ങളൊരു ചെറിയ ഇടവേളയ്ക്ക് പോവാണ്. അല്ലേ ഷിട്ടു? ശരി. നമ്മൾ മുണ്ട് മടക്കി കുത്തി ഒരു ഉഗ്രൻ ഡാൻസ് കളിച്ച് ഇന്ന് നമ്മൾ പിരിയും അടുത്ത ഒരു ഉഗ്രൻ എപ്പിസോഡിന് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ കേറി വാ മക്കളെ, വാ. അപ്പൊ ഞങ്ങളുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ നെടുന്തൂണുകള് എല്ലാവരും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിപ്പുണ്ട്. ഒരു ഉഗ്രൻ ഡാൻസ് കളിച്ച് ഇന്നത്തെ കേരളപ്പിറവി സ്പെഷ്യൽ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ലക്ഷിട്ടു, ഓക്കെ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് BSY നോനി ഹെയർ കളർ ഷാംപൂ കോ പ്രസൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ്. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി, മൈ ജനറേഷൻ ഡീറ്റെയിൽ ഹബ്, co-powered by Asian Paints and special partner KSFE. Good night.